ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണവും സ്നേഹവും മാറുന്നില്ല. ആകാംക്ഷയോടെ വീണ്ടും ഈ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ 7 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ആദ്യത്തേത് ഈ ഒരൊറ്റ പോർഷൻ ആയിട്ടാണ് എടുക്കുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് കുറച്ചും കൂടി കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് 3 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതായത് ഇപ്പോഴത്തെ എനർജി മുതൽ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ദൂരേക്ക്, അതായത് ഫ്യൂച്ചറിലേക്ക് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 3 കാർഡ്സ് ആണ് ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കാരണം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ആ ഒരു ഇതിലാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എനർജി നോക്കാം. ഇത് മേ ബി പാസ്റ്റ് ഓർ പ്രസന്റ് എനർജി ആകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ തീർത്തും വളരെയധികം പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് പറഞ്ഞത്, അല്ലാതെ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ എതിർപ്പുകൾ കുറച്ചധികം കൂടുതലുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ കാര്യമാണെങ്കിലും ഈ പേഴ്സന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള അല്ലെങ്കിൽ എതിർപ്പുകളുള്ള ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നു. കാരണം നമുക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഹീലിംഗ് കാവോസ് ആണ്. അപ്പോൾ ഒരു ടൊർണാഡോ എനർജീനെയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ പറയുമ്പം ഇവിടെ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാരണമാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ഈ സിറ്റുവേഷനെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുവാനും ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നത്തിലൂടെ മാത്രമേ ചില വഴിത്തിരിവുകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടുങ്കാറ്റാണ്, ചുഴലിക്കാറ്റാണ്, ടൊർണാഡോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ ബട്ടർഫ്ലൈസിനെയും കൂടി സൂചിപ്പിക്കുന്നത് ഇതിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ ബട്ടർഫ്ലൈസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പുഴുവിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വേമിൽ നിന്നും, പ്യൂപ്പയിൽ നിന്നും ഒരു കംപ്ലീഷൻ ആയിട്ടുള്ള ബട്ടർഫ്ലൈയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ലാസ്റ്റ് സ്റ്റേജ്. അപ്പൊ തീർച്ചയായിട്ടും ഇതും ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഈ പേഴ്സന്റെയും കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡിലൂടെ തെളിയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാൽ പോലും ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിന് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം, ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്താണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും, എതിർപ്പുകൾ ഉണ്ടായാൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒരു വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് എന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെ നടന്നാലും ഇതിൽ നിന്നും പിന്മാറാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറല്ല എന്നുള്ളൊരു മനോഭാവമാണ് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അതുപോലെ ഈ പേഴ്സണും. നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അതെന്താന്ന് വെച്ചാൽ റിലാക്സേഷൻ ആണ്. ഒരു പേഴ്സൺ വളരെയധികം സമാധാനത്തോടു കൂടി ബുക്ക് വായിക്കുന്ന ഒരു എനർജിയാണ്. അതുമാത്രമല്ല ഫുൾ മൂൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്, പൂർണ്ണ ചന്ദ്രനാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്
ഇവിടെ ഒരു റിലാക്സേഷൻ, ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ ഏതോ ഒരു പേഴ്സന്റെ അതിയായിട്ടുള്ള മാനിഫെസ്റ്റേഷനെയും സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. അതെന്താന്ന് വെച്ചാല് വളരെയധികം സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്. സോ ഈ ഒരു റിലാക്സേഷൻ, ഈ ഒരു സമാധാനം എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ ഏതോ ഒരാള്, ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ഏതോ ഒരാള് നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മനസ്സിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നമ്മൾ സങ്കല്പിക്കുക എന്നൊക്കെ പറയും. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ അത് ആ ഒരു കാര്യത്തെ നമുക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരും ഈ പേഴ്സന്റെ വീട്ടുകാരും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണോ അവരെല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അനുകൂലിക്കുന്നതായിട്ടും ഇതില് നല്ല രീതിയിലുള്ള സന്തോഷ വാർത്തകൾ നടക്കുന്നതായിട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കറണ്ട് എനർജിയിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് ശാന്തതയാണ്. ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത ആയിരിക്കാം. അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ്. കാരണം നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഏതോ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ സെയിം എനർജി തന്നെ നമുക്ക് ഇത് ചിലപ്പോൾ ഒരു ഫ്യൂച്ചർ എനർജി ആയിട്ട് വരും, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ എനർജി ആണെന്ന് വേണമെങ്കിൽ പറയാം. മേ ബി ഇത് ഫ്യൂച്ചർ ആയിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നിക്കുന്നത്. ഗേറ്റ് വേ ആണ്. കാരണം മനോഹരമായ വഴികൾ എപ്പോഴും ഇടുങ്ങിയതും അല്ലെങ്കിൽ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴികളായിരിക്കും, മനോഹരമായിട്ടുള്ള വഴികൾ. ആ വഴി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയുമായിരിക്കും, പക്ഷെ ചെറിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും ഉണ്ടാകും. പക്ഷെ നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. അതിന് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് പോസിറ്റിവിറ്റിയിലേക്കുള്ള വഴി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും യൂണിക്കോൺ ആണ് കിട്ടിയിട്ടുള്ളത്, ഗേറ്റ് വേ എനർജിയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വാതില് ഒരു ഡോറ് ഈ റിലേഷൻഷിപ്പിൽ തുറക്കാനായിട്ട് പോകുന്നു. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും വിശ്വാസം തരുന്നതും പ്രതീക്ഷ തരുന്നതുമായിട്ടുള്ള ഒരു വാതിലായിരിക്കും. ഓക്കെ, ആ വാതില് അധികം വൈകാതെ തന്നെ തുറക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ചും കൂടി ഉയരത്തിൽ എന്താണോ ചിന്തിക്കുന്നത്, അതൊരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു മീറ്റപ്പ് ആയിരിക്കാം, ഫോർഗീവ്നെസ് ആയിരിക്കാം, കോംപ്രമൈസ് ആയിരിക്കാം, എന്ത് കാര്യം വേണമെങ്കിലും ആകാം. അതെന്ത് കാര്യമാണോ അതിലേക്ക് ഉള്ളൊരു അവസാനത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു കാർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊരു പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാനായിട്ട് വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഒരിക്കലും നമുക്കിവിടെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഭാവിയോ അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്യൂച്ചറോ ഒന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്ദർഭം, സാഹചര്യം ഒക്കെ അനുകൂലമായിട്ട് നിങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം. ഈ പേഴ്സന്റെ എനർജി എങ്ങോട്ടേക്കാണ് പോകുന്നത്? യെസ്, ഏത് തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? താഴേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ഹൈ വൈബ്രേഷനിലേക്കാണോ പോകുന്നത്? നമുക്ക് നോക്കാം. ദ മ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു ഹൈപ്പായിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന, ഹൈ വൈബ്രേഷണൽ എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ ഇത് സ്പിരിറ്റ് ഗൈഡ്സിന്റെ വളരെയധികം സഹായവും പ്രൊട്ടക്ഷനും നിറഞ്ഞിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോ ചില വ്യക്തികളെ നമ്മൾ കണ്ടിട്ടില്ല. അതായത് അവരുടെ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെടും, പക്ഷെ അവരെ സഹായിക്കാനോ മനുഷ്യന്മാരോ അതോ അല്ലെങ്കിൽ ദൈവങ്ങളോ ആരും തന്നെ ഉണ്ടാകില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് അവർക്ക് കിട്ടിയിരിക്കുന്ന ശാപമായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, പാരമ്പര്യ ദോഷങ്ങളായിരിക്കാം, മുജ്ജന്മ കർമ്മങ്ങളായിരിക്കാം. അങ്ങനെ അതിനെയൊക്കെ ബേസ് ചെയ്ത്
ഒരുപക്ഷെ അവർക്ക് യാതൊരു തരത്തിലും വിജയിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ പേഴ്സന്റെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതി തള്ളാനായിട്ട് സാധിക്കില്ല. കാരണം ഈ പേഴ്സന് തീർച്ചയായിട്ടും ഒരു പാരമ്പര്യപരമായിട്ടുള്ള ഒരു ഗുണം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ വളരെ ഇൻഡ്യൂഷൻ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിരിക്കാം, വരമായിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്ത് ഈ പേഴ്സന് ലഭിക്കേണ്ടതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ വളരെയധികം അനുഗ്രഹങ്ങൾ ഈ പേഴ്സന്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അനുഗ്രഹങ്ങൾ നല്ല രീതിയിൽ ഈ പേഴ്സന്റെ കൂടെ ഉണ്ട്. അത് പൂർവികരിൽ നിന്നായിരിക്കാം, പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട പേഴ്സൺ ആണെങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്നു വരുന്നതായിരിക്കും. കാരണം ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷൻസ് ആണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ശത്രുക്കൾ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ, കൂടോത്ര സംബന്ധമായിട്ട് കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ ഈ പേഴ്സണ് എതിരായിട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ കൊണ്ടിട്ട് നിങ്ങൾക്കെതിരായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പരിധിവരെയും ഈ വ്യക്തിയെ ബാധിക്കത്തില്ല. കാരണം ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഹൈ വൈബ്രേഷനിലായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ട്. അത് ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കാം, ജോലി, വരുമാനം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ട്, നിലനിൽപ്പുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം എന്താണ് ഹാപ്പിയാണ്, വളരെയധികം എന്താ പറയാ ഒരു ആ കാര്യത്തിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം സെറ്റിൽഡ് ആണ്. ഓക്കെ, ചിലപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടാകാം, കാർ ഉണ്ടാകാം, അങ്ങനെയൊക്കെ അധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സോ അതുകൊണ്ടും കൂടിയാണ് നിങ്ങളോട് ഇത്രയും അടച്ചുറപ്പുള്ള, അല്ലെങ്കിൽ ഒരു അടച്ചുറപ്പ് സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു സ്നേഹം ഈ വ്യക്തിക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഹാപ്പിയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇനി ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് എന്താണ് വരാനായിട്ട് പോകുന്നത്, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കോൺഫിഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ ഈ ടാരറ്റ് റീഡിംഗ് കാണുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും, പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും, മെഡിറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ പോലും കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി തോന്നിയേക്കാം. പക്ഷെ എന്നാൽ പോലും കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു നെഗറ്റിവിറ്റി കയറി വരികയും മനസ്സിന് അത്രയും ഒരു സമാധാനം കിട്ടാത്ത രീതിയിലൊക്കെ നിങ്ങൾ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നില്ല, ജോലിക്ക് പോകുകയാണെങ്കിൽ അത് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഫിഡൻസ് ആണ്. നിങ്ങളിൽ വളരെയധികം, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളിൽ വളരെയധികം കോൺഫിഡന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യങ്ങൾ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ, അതെന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും അറിയാതെ അട്രാക്റ്റഡ് ആകുന്നു, ആകർഷിക്കപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഫലമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ എല്ലാ ദിവസവുമായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എന്തോ ഒരു നിങ്ങളുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ എനർജിയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മെന്റൽ പീസ് വരുന്നുണ്ട്, മാനസികപരമായിട്ടുള്ളൊരു സമാധാനം, സ്വസ്ഥത, സ്വാതന്ത്ര്യം. അതുപോലെ ചിലപ്പോൾ മറ്റുള്ളവരിൽ അടിമപ്പെട്ടായിരിക്കാം നിങ്ങൾ ജീവിച്ചു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നുമൊക്കെ ഒരു വിമുക്തി, അതിൽ നിന്നുമൊക്കെ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ആകണം എന്നില്ല, എന്ത് കാര്യത്തിൽ വേണമെങ്കിലും ആകാം. ഇപ്പൊ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താനെ ഹീലാവുക, പരിഹരിക്കപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും നിങ്ങൾക്ക് എന്തുണ്ട്,
ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ട് എന്നുള്ള ആ ഒരു അതിനെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നുണ്ട് അധികം വൈകാതെ തന്നെ. സോ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനായിട്ടുള്ള ആ ഒരു സാധ്യതയുണ്ടോ, അത് എത്രത്തോളം ഉണ്ട് എന്നാണ് നോക്കിയിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് ബാലൻസിങ് എനർജി വരേണ്ടതായിട്ടുണ്ട്. നമ്പർ 47 ആണ്, ഗോ ദ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഡിസ്റ്റൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. ഇതൊരു പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അബ്രോഡ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ദുബായിലാണെങ്കിൽ ഈ പേഴ്സൺ അമേരിക്കയിലായിരിക്കാം. അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലായിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഒരു പേഴ്സൺ ഇന്ത്യയിലും മറ്റാൾ അബ്രോഡ് ആയിരിക്കാം. കേരളത്തിൽ തന്നെയാണെങ്കിൽ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിലായിരിക്കാം. പെട്ടെന്ന് ഓടിയെത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ തീർത്തും ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു വില്ലൻ ക്യാരക്ടർ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാണണം എന്ന് വിചാരിച്ചാൽ പോലും പെട്ടെന്ന് കണ്ടൊന്ന് സംസാരിക്കണം, ഒന്ന് കോംപ്രമൈസ് ചെയ്യണം, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പോലും പലപ്പോഴും ഈ പേഴ്സൺ അവൈലബിൾ ആവില്ല. ഈ പേഴ്സണ് വളരെയധികം സ്വൈര്യതയും അല്ലെങ്കിൽ പ്രൈവസിയും സ്വസ്ഥതയും ഒക്കെ കിട്ടണ സമയത്ത് നിങ്ങളെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ രണ്ട് തലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ലാംഗ്വേജസ് വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ വ്യത്യാസമായിരിക്കും. അങ്ങനെ പലതരത്തിലും വളരെയധികം വ്യത്യാസങ്ങളുള്ള രണ്ട് ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർത്തും ഇവിടെ ഡിസ്റ്റൻസ് ആണ് വളരെയധികം ഒരു വില്ലനായിട്ട്, ഒരു നെഗറ്റീവായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ തീർത്തും നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കണം. അതർവൈസ് ഒന്നിക്കുന്ന കാര്യം ഇങ്ങനെ വൈകിപ്പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫാമിലിയുടെ ഒരു നെടുന്തൂണായിരിക്കാം. ഇപ്പൊ ഈ പേഴ്സന്റെ ഫാമിലി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയായിരിക്കും അവിടുത്തെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ എന്താണെങ്കിൽ പോലും ഇവിടെ ആ ഒരു ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും എന്താണ്, ഓക്കെ നീയും ഞാനും ദൂരെയാണ്, സോ നമുക്ക് പിന്നെ ആവാം, അല്ലെങ്കിൽ പിന്നെ നോക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയട്ടെ എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, അതായത് മിസ്സിങ് ദ ഓപ്പർച്യൂണിറ്റി, ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. കാരണം അത് ഒന്നിക്കുന്ന കാര്യത്തെ തടസ്സപ്പെടുത്തുകയും അത് നീണ്ടു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ആ ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തിലും ബോധേഡ് ആയിരിക്കണം, ബോധവാന്മാരായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം എപ്പോഴും ജോലിയിൽ അഡിക്റ്റഡ് ആണ്, എപ്പോഴും ജോലി ആ ഒരു എനർജി ആണെങ്കിലും അത് അധികമായി കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഗുഡ്. മനസ്സിലായോ? അതാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സെലിബ്രേറ്റ് ആണ്. യെസ്, ടുഡേ സെലിബ്രേറ്റ് ദ ലവ് യു ഷെയർ വിത്ത് ദോസ് ഹു മാറ്റർ മോസ്റ്റ്. യെസ്, തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് സ്നേഹം വളരെയധികം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതിന് സാധിക്കില്ല അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളായിട്ട് ഒരു എന്താ പറയുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പാർക്കിലോ ബീച്ചിലോ അല്ലെങ്കിൽ വളരെയധികം നന്നായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആഘോഷിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി കൈ പിടിച്ച് നടക്കണം. അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. സെലിബ്രേഷൻ ചെയ്യണം, അതിപ്പോ അമ്പലത്തിലോ പള്ളികളിലോ, അല്ലെങ്കിൽ ഉത്സവം, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ സ്വന്തം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണം, ഇതൊക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചിയറപ്പ് ആയിട്ടുള്ള, ഒരു ചിയർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചിന്താഗതികളും ഈ പേഴ്സണ് നല്ല രീതിയിലുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതും. ഓക്കെ, ചിലപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് പാർട്ടി, അത് ഇത് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്ന ആളായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയും ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി എടുക്കണം, സെലിബ്രേഷന്റെ ഒരു ഭാഗമാക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ പേഴ്സന്റെ ആഘോഷങ്ങളിൽ നിങ്ങളെയും കൂടി പങ്കാളിയാക്കണം എന്നാണ് ഈ പേഴ്സന്റെ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഉദ്ദേശം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം. ഏരീസ് കിട്ടിയിട്ടുണ്ട്, സോഡിയാക് സൈൻ ആണ്. യെസ്, മൂലം നാള് കിട്ടിയിട്ടുണ്ട്, ആയില്യം, പൂരാടം, തൃക്കേട്ട,
2002, 2008 ഇതൊക്കെ ഇയേഴ്സ് ആണ്. മേ ബി നിങ്ങളുടെ ബർത്ത് ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ വർഷമായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ കണ്ടുമുട്ടിയ വർഷമായിരിക്കാം. 1997 ഇതും നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം, കണ്ടുമുട്ടിയ വർഷമായിരിക്കാം 1999. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം പോസിറ്റീവായിട്ട്. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.